സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ട്രോമ ഇവയൊന്നും ഇല്ലാത്തവരായി ആരെങ്കിലും കാണുമോ? അതുപോലെ തന്നെ സ്ട്രെസ് കൊണ്ടാണ് എന്ന് അറിയാതെ നമ്മൾ അനുഭവിക്കുന്ന പല ശാരീരിക പ്രശ്നങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്ട്രെസ് അഫക്റ്റഡ് അല്ലാത്ത ആരെങ്കിലും കാണുമോ? ലൈഫിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? ചില സമയത്ത് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും പോലെയുള്ള ഡിപ്രഷൻ പോലെയുള്ള ട്രോമകൾ നമ്മുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെയുള്ള പ്യൂർലി സൈക്കോളജിക്കലായിരിക്കുന്ന സാധനങ്ങളാവാം. ചില സമയത്ത് ഈ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങളാവാം. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, രാവിലെ ഉറങ്ങിയാൽ പോലും ക്ഷീണം വിട്ടുമാറാത്ത അവസ്ഥ, പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാത്ത അവസ്ഥ, വയറിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ, മൈഗ്രെയിന്, അങ്ങനെയുള്ള പല ശാരീരിക പ്രശ്നങ്ങളാവാം. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ വർക്ക് സ്പേസിലോ കുടുംബത്തിലോ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പുകളിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പല തരത്തിലുള്ളതാവാം. ശരീരവും മനസ്സും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ക്ലിനിക്കലി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് കേട്ടറിഞ്ഞ് വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉറപ്പുവരുത്തുകയാണ് ആയുർവേദയിൽ ഞങ്ങൾ ചെയ്യുന്നത്. സ്ട്രെസ്സ് മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ നിങ്ങളുടെ പെരുമാറ്റത്തെ, നിങ്ങളുടെ റുട്ടീനായിട്ട് ചെയ്തു വരുന്ന ശീലങ്ങളെ, അതുപോലെ നിങ്ങളുടെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള പെരുമാറ്റ രീതികളെ, ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയാൻ, ആ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന പ്രോസസ്സാണ് സ്മൃതി മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആയുർസ്മൃതിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്ട്രെസ്സും ആങ്സൈറ്റിയും ട്രോമയും ഒക്കെ പോലെയുള്ള ഇമോഷണൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നു. അതുപോലെ OCD പോലെയുള്ള ഓവർ തിങ്കിങ് പോലെയുള്ള പാറ്റേണുകൾ അഡ്രസ്സ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇത്തരം ഇമോഷണൽ സ്ട്രെസ്സുകളും ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് IBS പോലെയുള്ള, മൈഗ്രെയിൻ പോലെയുള്ള ദീർഘകാലമായിട്ടും മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യാത്ത പല രീതിയിലുള്ള ശാരീരിക വേദനകൾ, ബാക്ക് പെയിൻ പോലെയുള്ള, അതുപോലെ തന്നെ നീണ്ടകാലം നിലനിൽക്കുന്ന സ്കിൻ ഡിസീസസ് പോലുള്ള രോഗങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇറഗുലർ ആയിരിക്കുന്ന മെൻസ്ട്രൽ പീരീഡ്, OCDകൾ, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ പോലെയുള്ള പല രീതിയിലുള്ള ശാരീരിക വ്യാധികൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അങ്ങനെ പല രീതിയിലുള്ള ശാരീരിക വ്യാധികളുടെയും യഥാർത്ഥ കാരണം തിരിച്ചറിയുകയും അത് ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളത് ആയുർവേദി ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ടീനേജേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ബിഹേവിയറൽ പ്രശ്നങ്ങൾ, അമിതമായിട്ടുള്ള ദേഷ്യവും ആൽക്കഹോളും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കുന്ന പ്രോക്രാസ്റ്റിനേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ആയുർവേദിയിലെ സ്മൃതി മെഡിറ്റേഷൻ എന്ന ടൂൾ ഫലപ്രദമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സ്, ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉൾപ്പെടെയുള്ള ട്രോമകൾ, ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ ഒബ്സസീവ് ആയിരിക്കുന്ന തിങ്കിങ്, അതുപോലെ തന്നെ OCD പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ. അതോടൊപ്പം ഈ സ്ട്രെസ്സ് കാരണമുള്ള ശാരീരികമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ശരീരത്തിനുള്ള ഭയങ്കര ക്ഷീണം, ജോയിൻറ്റ് ഡിസീസസ്, അതുപോലെ ഹോർമോൺ ഡിസീസസ് ആയിരിക്കുന്ന തൈറോയ്ഡ് ഡിസോർഡറുകൾ, അതുപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, PCOD പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ശരീരത്തിനെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം സ്ട്രെസ്സാണ് എന്നിരിക്കെ അത്തരം പ്രശ്നങ്ങൾ, പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ, ലഹരി, അതുപോലെ കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കുന്ന പ്രോക്രാസ്റ്റിനേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അമിതമായി ദേഷ്യപ്പെടുന്ന പോലുള്ള വിഷയങ്ങൾ, റിലേഷൻഷിപ്പിലായിരിക്കുന്ന പ്രശ്നങ്ങൾ, ടീനേജേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ആയുർവേദിയിലെ വിദഗ്ധരായിരിക്കുന്ന ഡോക്ടർമാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ആയുർവേദി എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വിവിധ ടൈം സോണുകളിൽ നിങ്ങൾക്ക് സെഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇമോഷണൽ ക്ലെൻസിങ് സാധ്യമാവുന്നതോടുകൂടി പൂർണ്ണമായും എന്നേക്കുമായിട്ട് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്, നമ്മളുടെ ഈ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും വിദഗ്ധരായിരിക്കുന്ന അതാത് ഏരിയകൾ സ്പെഷ്യലൈസ് ആയിരിക്കുന്ന ഡോക്ടർമാരാണ് എന്നുള്ളതാണ്. ആയുർവേദിയിൽ പ്രധാനമായിട്ടും ഞങ്ങളെ സമീപിക്കുന്നത് വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ,
ട്രോമയുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ട്രോമ ഹീലിങ്ങിന് വേണ്ടി വരുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കുന്ന വിവിധ ശാരീരിക വ്യാധികൾ മാറാൻ ആഗ്രഹിക്കുന്നവർ, ഇത്തരം ആളുകളാണ് ആയുർവേദത്തെ പ്രധാനമായിട്ട് സമീപിക്കുന്നത്. ശാശ്വതമായിരിക്കുന്ന പ്രശ്നപരിഹാരം, താൽക്കാലികമായിട്ടുള്ള ഒരു ശമനത്തിനപ്പുറത്തേക്ക് ഫീലിംഗ് ഗുഡ് ആൻഡ് ഫങ്ഷനിങ് വെൽ എന്ന് പറയുന്ന സസ്റ്റെയിൻഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ഈ സേവനം ആവശ്യമുള്ള ആർക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.